ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ്. ഞാൻ അനസ് യൂസഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ള സൂപ്പർ ലീഗിലെ മറ്റൊരു ഫ്രാഞ്ചൈസി ആയിട്ടുള്ള തൃശ്ശൂർ ടീമിനെ കുറിച്ച് പറയാനാണ്. നമുക്കറിയാം, തൃശ്ശൂരിന്റെ ഫ്രാഞ്ചൈസി അനൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ ഓണർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ബ്രിസ്ബൻ റോവേഴ്സ് ആണ്. പിന്നീട് അതിന്റെ ഓണർഷിപ്പിൽ ചേഞ്ച് വരികയും ഫിലിം പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ അത് ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷെ ഈ ടൈം ഗ്യാപ്പിൽ ബാക്കിയുള്ള ഫ്രാഞ്ചൈസീസ് അവരുടെ ഓപ്പറേഷൻസ് ആയിട്ട് കുറച്ച് മുന്നോട്ട് പോയി. അവർ ഡൊമസ്റ്റിക് ആയാലും ഫോറിൻസ് ആയിട്ടുള്ള സൈനിങ്സ് ഒക്കെ ചെയ്തു തുടങ്ങി. ബാക്കി പ്ലേയേഴ്സിനായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്തു. വളരെ ലേറ്റ് ആയിട്ടാണ് തൃശ്ശൂർ ഫ്രാഞ്ചൈസി സൂപ്പർ ലീഗിന്റെ സൈനിങ്സിലോട്ട് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കടമ്പകൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി ഡൊമസ്റ്റിക്സിലൊക്കെ നല്ല രീതിയിലുള്ള പ്ലേയേഴ്സ് എല്ലാം സോൾഡ് ഔട്ട് ആയി. പിന്നെയുള്ള പ്ലേയേഴ്സിനൊക്കെ ഓൾറെഡി ഓഫേഴ്സ് കൊടുത്തു. അപ്പൊ ഇവർക്ക് ഒരു നോർമൽ ഓഫർ കൊടുത്ത് ആ പ്ലേയേഴ്സിനെ ടീമിൽ എത്തിക്കാനുള്ള പരിമിതികളുണ്ട്. ഒന്നെങ്കിൽ അവർക്ക് നല്ലൊരു ഓഫർ കൊടുത്ത് ടീമിൽ എത്തിക്കണം, അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഈ ഒരു പ്രതിസന്ധി ടാക്കിൾ ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ ഫ്രാഞ്ചൈസി എടുത്ത ഒരു ടാക്ടിക്കൽ മൂവ് എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ചുമാരിൽ ഒരാളായിട്ടുള്ള സദീവൻ ബാലൻ സാറിനെ അവരുടെ അസിസ്റ്റന്റ് കോച്ചായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടാണ് ഇവർ ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയത്. സദീവൻ ബാലൻ സാറ് കഴിഞ്ഞ 10 വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോച്ചാണ്. അതുപോലെ തന്നെ 14 കൊല്ലത്തിന് ശേഷം കേരളം സന്തോഷ് ട്രോഫി അടിച്ചപ്പോൾ കേരള ടീമിന്റെ കോച്ചും ആയിരുന്നു. തന്നെ കേരളത്തിലെ ഒരുവിധം പ്ലേയേഴ്സിനെ എല്ലാവരെയും കോണ്ടാക്ട് ഉള്ള ഒരുപാട് ശിക്ഷണങ്ങൾ ഉള്ള ഒരു കോച്ചും കൂടിയാണ് സദീവൻ ബാലൻ സാറ്. സോ അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സിന് പുള്ളിയോടുള്ള റെസ്പെക്റ്റും അതുപോലെ പ്ലേയേഴ്സിന് അറിയാവുന്ന ഒരു നോളജും വെച്ച് ഈസിലി പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ ഇപ്പൊ തൃശ്ശൂരിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. സോ അതിന് എടുത്തു പറയേണ്ടത് ISL ഐ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിനെ ഫസ്റ്റ് സൈനിങ് ആയിട്ട് തൃശ്ശൂർ ഫ്രാഞ്ചൈസി വാട്ട് എവർ ഇറ്റ് മേ ബി റോസ് FC ഓർ മാജിക് FC അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ആ പ്ലെയർ ആരാ നോക്കാം. തൃശ്ശൂർ FCയുടെ ഫസ്റ്റ് സൈനിങ് എന്ന് പറയുന്നത് ജസ്റ്റിൻ ജോർജ് ആണ്. ജസ്റ്റിൻ ജോർജ് കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ യൂത്ത് കരിയർ എല്ലാം ബാംഗ്ലൂർ FC-യുമായി ബേസ് ചെയ്തിട്ടാണ്. അതിനുശേഷം ബസീലിയസ് കോളേജ് കോട്ടയത്തിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ ഒരുപാട് കോളേജ് ലെവൽ ടൂർണമെന്റ്സ് കളിക്കുന്നു. അതിനുശേഷം ഗോകുലം കേരള FC-യിൽ ജോയിൻ ചെയ്യുന്നു. ഗോകുലം കേരള FC-ക്ക് വേണ്ടി KPL-ഉം ഐ ലീഗും എല്ലാം കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഡൂറൻ കപ്പ് ഐ ലീഗ് എല്ലാം വിൻ ചെയ്യുന്നു ഗോകുലത്തിൽ. അതിനുശേഷം രാജ്യത്തിന്റെ ടോപ്പ് ഡിവിഷൻ ആയിട്ടുള്ള ISL-ലോട്ട് മാറുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലാണ് ജസ്റ്റിൻ ജോർജ് ജോയിൻ ചെയ്യുന്നത്. പിന്നീട് അവിടുന്ന് ലോണിൽ റിയൽ കാശ്മീരിൽ പോകുന്നു. എഗെയിൻ ഐ ലീഗ് ക്ലബിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ISL ആൻഡ് ഐ ലീഗ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ജസ്റ്റിൻ ജോർജ് തൃശ്ശൂർ ഫ്രാഞ്ചൈസിയിൽ ജോയിൻ ചെയ്യുന്നത്. ഇത് ആ ടീമിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഘടകം തന്നെയാണ്. അത് മാത്രമല്ല, ആൾ സ്റ്റിൽ ഇൻ യങ് ഏജസ് ആൻഡ് ഇൻ ഗുഡ് നിക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. വളരെ ലേറ്റ് ആയിട്ട് മാർക്കറ്റിൽ സൈനിങ്സിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള തൃശ്ശൂർ ഫ്രാഞ്ചൈസിക്ക് അസിസ്റ്റന്റ് കോച്ചായിട്ട് വന്ന സദീവൻ ബാലൻ സാറിന്റെ ഒരു ഇൻഫ്ലുവൻസ് തന്നെ ആയിരിക്കാം ഈ സൈനിങ്ങിലും പങ്കുവച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 2018 കേരളത്തിന് സന്തോഷ് ട്രോഫി സജീവൻ ബാലൻ കോച്ചിന്റെ അണ്ടറിൽ നേടുമ്പോൾ അതിലൊരു ടീം മെമ്പർ ആയിരുന്നു ജസ്റ്റിൻ ജോർജ്. സോ ഈ ഒരു ടാക്ടിക്കൽ മൂവോടെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സൈനിങ് ആണ് തൃശ്ശൂർ FC നടത്തിയിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് സൈനിങ്സ് തൃശ്ശൂർ FCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഒരുപാട് പ്ലേയേഴ്സിനായിട്ട് ഇനീഷ്യൽ ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം അനസ് യൂസഫ്.